അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ ജുസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ സൂറത്തായ സൂറത്തുൻ നബഅ നമ്മൾ പഠിച്ചു. എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, മഖ്റജുകൾ ഏതൊക്കെയാണ്, അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് നീട്ടേണ്ടത് എന്നതിനെക്കുറിച്ച് തജ്വീദിൻ്റെ മുക്കുമൂലകളൊക്കെ നമ്മൾ എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ സൂറത്തുൻ നാസിആത്ത് അഥവാ സൂറത്തുൻ നബഇന് ശേഷമുള്ള സൂറത്ത് നമ്മൾ ആരംഭിക്കുകയാണ്. അള്ളാഹു അത് പഠിക്കാനും നല്ല രീതിയിൽ ഓതാനും ഒക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വളരെ സാവധാനം ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒക്കെ പ്രത്യേകം എടുത്ത് തന്നെ കേൾക്കണം. വന്നാസിആതി ഗർഖാ. ആദ്യം ശ്രദ്ധിക്കേണ്ടത് വാവിന്റെ മഖ്റജ് ഏതാ? ഷഫത്തൈനി അഥവാ രണ്ട് ചുണ്ടുകൾ. ചില ആളുകൾ വാ എന്ന് താഴെ ചുണ്ടും മേലെ മുൻപല്ലും മുട്ടിച്ചിട്ട് വാ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയാൻ കാരണം വാവിന്റെ മഖ്റജ് അങ്ങനെയല്ല, മറിച്ച് വാ വാ ഇങ്ങനെയാണ്. മാക്സിമം ചുണ്ട് മുന്നിലേക്ക് കൊണ്ടുവരിക. വന്ന നൂന് മീം. ഏതൊക്കെയാണ്? നൂൻ മീം എന്നീ രണ്ട് അക്ഷരങ്ങളുടെ പ്രത്യേകത, അതിന് ഷദ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മണിക്കണം എന്നത് തജ്വീദിന്റെ ഒരു പൊതുവായ നിയമമാണ്. ഇവിടെ നൂനിന് ഷദ് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ മണിക്കണം. വന്നാസിആതി ഗർഖാ. വന്നാസി എന്ന ശബ്ദം പുറപ്പെടണം. സഫീർ എന്ന സിഫത്തിന്റെ അക്ഷരങ്ങളാണ് സീൻ, സ്വാദ്, സ. അപ്പൊ ഇവിടെ സ എന്നത് എന്ത് ചെയ്യണം? അപ്പോൾ സ്വാദ് പറയുമ്പോൾ എന്ന ശബ്ദം പുറപ്പെടണം. സീന് പറയുമ്പോൾ എന്ന അതേ ശബ്ദം പുറപ്പെടണം. സ പറയുമ്പോൾ എന്ന ശബ്ദവും പുറപ്പെടണം. അതുകൊണ്ടാണ് സഫീർ എന്ന സിഫത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വന്നാസിആതി. ഐന് ശ്രദ്ധിക്കുക. ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗം. വന്നാസിആതി ഗർഖാ. ഗൈന് ശ്രദ്ധിക്കുക. ആദ്യം വന്നാസിആതി അവിടെ ഐന വരുന്നത്, ശേഷം ഗൈനാണ് വരുന്നത്. ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗവും ഗൈനിന്റെ മഖ്റജ് തൊണ്ടയുടെ തുടക്ക ഭാഗവുമാണ്. വന്നാസിആതി മാത്രമല്ല ഐന് എന്നുള്ളത് തർക്കീക്കും ഗൈൻ എന്നത് തഫ്ഖീമും ആകുന്നു. തഫ്ഖീം എന്ന് പറഞ്ഞാൽ എന്താ? വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുക, അഥവാ വായ ഓപ്പൺ ആക്കരുത് എന്നർത്ഥം. ഇപ്പോ കാരണം തർക്കീക്കാണ്. തഫ്ഖീം ആണെങ്കിൽ എങ്ങനെ ഉച്ചരിക്കണം? വായ അടഞ്ഞ് ഓപ്പൺ ആക്കാതെ ഉച്ചരിക്കണം. എന്നാൽ ഐന് തഫ്ഖീമാക്കിയല്ല ഉച്ചരിക്കേണ്ടത്. പിന്നെ ഏതാണ് തഫ്ഖീമാക്കി ഉച്ചരിക്കേണ്ടത്? ഗൈനാണ്, അഥവാ ഐനിന്റെ മേലെ പുള്ളിയുള്ള ഗൈൻ. അതുകൊണ്ട് തന്നെ എന്ന് ഓപ്പൺ ആക്കി പറയരുത് എന്നർത്ഥം. ശ്രദ്ധിക്കുക. അവിടെ തഫ്ഖീമാണ്. എങ്ങനെയാ റായിന് അവിടെ തഫ്ഖീം വരുന്നത്? റായിന് സുക്കൂൻ വരുന്ന നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. റായിന് സുക്കൂൻ സംഭവിക്കുകയും തൊട്ട് മുൻപിലുള്ള അക്ഷരത്തിന് ഫതഹോ ലമ്മോ ആണ് എങ്കിൽ ആ റായിനെ തഫ്ഖീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്, അഥവാ എന്ന് തഫ്ഖീമാക്കി ഉച്ചരിക്കാം, ഒരു ഘനപ്പിച്ച് ഉച്ചരിക്കാം. മറിച്ച് എങ്ങനെ ഉച്ചരിക്കരുത്? തർക്കീക്കാക്കി നേർമയോടുകൂടി റായിന് രണ്ടു ചരണമുള്ളത്, ഒന്ന് റാ ഒന്ന് രാ. ഈ രാ എന്ന് ഉച്ചരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വന്നതിന്റെ അർത്ഥം. വന്നാസിആതി ഗർഖാ. ഖാഫ് ശ്രദ്ധിക്കുക. ഖാഫിന്റെ മഖ്റജ് നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഖാ ഗർഖാ. ശേഷം വന്നാശിതാതി നശ്താ.
വന്ന അവിടെ മണിക്കണം. എന്തുകൊണ്ട്? നൂനിന് ശബ്ദം സംഭവിച്ചു, അപ്പോൾ മണിക്കണം. വന്നാഷി ഷീന് പറയുന്ന സമയത്ത് ഷ് എന്ന ശബ്ദം പുറപ്പെടണം. തഫഷി എന്നൊരു സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ആ തഫഷി എന്ന സിഫത്ത് ഈ ഷീൻ എന്ന അക്ഷരത്തിന് മാത്രം പ്രത്യേകമാക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈ ശബ്ദം ഉണ്ടാകുക എന്നർത്ഥം. വന്നാഷി തോ ത എന്ന് പറഞ്ഞ അതേ മഖ്റജ് തന്നെയാണ് ത്വാഉം പറയേണ്ടത്. എന്നാൽ താഇനെ നമ്മൾ തഫ്ഹീം ചെയ്യണം. കാരണം ഇസ്തിഅലാ എന്ന സിഫത്തിന് ഉടമയാണ് ത്വാ എന്ന അക്ഷരം. അവിടെ താഇന് ഇസ്തിഅലാ എന്ന സിഫത്തില്ല. ഇസ്തിഅലാ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നാവിൻ്റെ മധ്യഭാഗം ഉയർന്നതായ രൂപത്തിൽ നിൽക്കണം. വന്നാഷിത്തോ വായടഞ്ഞ് തഫ്ഹീമാക്കി ഉച്ചരിക്കണം. വന്നാഷിത്തോത്തി നഷ് തോ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആദ്യം ത്വാ വരുന്നു, പിന്നെ താ വരുന്നു, പിന്നെയും ത്വാ വരുന്നു. വന്നാഷിത്തോത്തി കാരണം അവിടെ സാധാ താ വരുന്നത്. വന്നാഷിത്തോത്തി നഷ് തോ പിന്നെയും ത്വാ വന്നു. ശേഷം വസ്സ എന്ന ശബ്ദം സഫീർ എന്ന സിഫത്ത്. വസ്സാബിഹാതി ഹ വസ്സാബിഹാതി സബ്ഹ സബ് ബ് അവിടെ വസ്സാബിഹാതി സബ്ഹ അങ്ങനെയാണോ ഓതേണ്ടത്? സബ്ഹ ഇങ്ങനെയാണോ ഓതേണ്ടത്? എല്ലാവർക്കും അറിയാം. രണ്ടാമത് ഓതിയത് പ്രകാരമാണ് ഓതേണ്ടത്. കാരണം ഖൂത്ത് ബ് ജദ് ഈ അഞ്ചക്ഷരത്തിന്റെ പ്രത്യേകത അതിന് സുക്കൂനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊന്നുകൂടി വ്യക്തമാക്കി അബ് ഇബ് ഉബ് അങ്ങനെ ഉച്ചരിക്കണം. അപ്പോ സബ് എന്നല്ല, മറിച്ച് സബ് ഇങ്ങനെ ഉച്ചരിക്കണം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാണോ നമ്മൾ ഓതാറുള്ളത്? അല്ല, അഹദ് എന്നാ ഓതാറുള്ളത്. എന്തുകൊണ്ട്? ഖുത്ബ് ജദ് ഇതിൽ അഞ്ചാമത്തെ അക്ഷരമാണ് ദാൽ. ദാലിന് സുക്കൂൻ സംഭവിച്ചതുകൊണ്ട് എന്താക്കി? അവിടെ ദ് എന്ന് വെളിവാക്കി. ഇതേപോലെ തന്നെ വസ്സാബിഹാതി സബ്ഹ ശേഷം ഫസ്സാബിഖാതി സബ്ഖ ഫസ്സാബിഖ ഖാഫ് ശ്രദ്ധിക്കുക. വസ്സാബിഖാതി സബ് ഖ ഖുത്ബ് ജദ് ശ്രദ്ധിക്കുക. ശേഷം ഖാഫ് ഖാഫിന്റെ മഖ്റജ് നേരത്തെ പറഞ്ഞു. നാവിന്റെ അങ്ങേയറ്റം മേലെ അണ്ണാക്കിൽ മുട്ടിക്കുക. ഫസ്സാബിഖാതി സബ്ഖ ശേഷം ഫൽമുദബ്ബിറാതി റാ തഫ്ഖീമാണോ തർക്കീഖാണോ? റാഇന്റെ പ്രത്യേക നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചില സമയത്ത് തഫ്ഖീം, ചില സമയത്ത് തർക്കീഖ്. എപ്പോഴാ തഫ്ഖീം? ഈ സ്ഥലത്ത് നമ്മൾ തഫ്ഖീമാക്കണം. എന്തുകൊണ്ട്? റാഇന് ഫത്ഹോ ലമ്മോ വന്നു കഴിഞ്ഞാൽ തഫ്ഖീമാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. കെസറാണെങ്കിൽ തർക്കീഖാക്കിയും. ഇവിടെ എന്താ വന്നത്? ഫത്ഹ വന്നത്. അതുകൊണ്ട് തന്നെ ഫൽ മുദബ്ബിര എന്നല്ല ഓതേണ്ടത്, മുദബ്ബിറ എന്നാണ് ഓതേണ്ടത്. ഫൽ മുദബ്ബിറാതി അംറാ യൗമ തർജുഫു റാജിഫ വാവ് ശ്രദ്ധിക്കണം. വാവിന്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളാണ്. യൗമ റാഇന് സുക്കൂനും തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ഫതഹും സംഭവിച്ചു. ഫതഹും ലമ്മും സംഭവിച്ചു കഴിഞ്ഞാൽ ആ റാഇനെ തഫ്ഖീമാക്കിയാണ് ഓതേണ്ടത്. യൗമ തർജുഫു റാജിഫ അർറാജിഫ ഹാത്ത ആണ്. ഹാത്തായിന്റെ പ്രത്യേകത എന്താ? അത് നിർത്തുന്ന സമയത്ത് സാധാരണ ഹാഇന് സുക്കൂൻ സംഭവിച്ചാൽ എങ്ങനെയാണ് ഓതേണ്ടത്? അതേപോലെയാണ് ഓതേണ്ടത്. യൗമ തർജുഫു റാജിഫ ശേഷം തത്ബഉഹ റാദിഫ അവിടെ ശ്രദ്ധിക്കണം. ഹംസ് എന്ന സിഫത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. തത്ബഉ താഇന് ഹംസ് എന്ന സിഫത്ത്. തത്ബഉഹ ബഉ ഐന ശ്രദ്ധിക്കുക. തത്ബഉഹ റാദിഫ
സ്വദഖുല്ലാഹുൽ അദീം. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് പാരായണം ചെയ്ത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.